നെക്സ്റ്റ് ലീവേഴ്സ്. സോ ലീവേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്, കൊച്ചു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു തടിമില്ലിലേക്ക് പോവാണ്. ഓക്കെ, തടിമില്ലിലേക്ക് പോവാണ്. അപ്പോൾ ഒരു തടിയുടെ പീസ് അവിടെ കിടക്കുന്നു. ഓക്കെ, അതാ തടിയുടെ ഒരു പീസാണ് കേട്ടോ, ഒരു വലിയ തടിയുടെ പീസാണ്. ഓക്കെ, ഇവിടെ ഇരിക്കട്ടെ. തേക്കും തടിയാണ് കേട്ടോ, കണ്ട ഡിസൈനൊക്കെ കണ്ടറിയാം. ഓക്കെ, ഇപ്പോൾ തേക്കും തടിയാണ്. ഈ തടിയെ എനിക്ക് അങ്ങോട്ട് നീക്കിയിടണം. അപ്പോൾ അതിന് അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുക, ഒരു വലിയ ഒരു കമ്പി എടുത്തുകൊണ്ട് ഇതിൻ്റെ അടിയിലോട്ട് കയറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു കമ്പി ഇതിൻ്റെ അടിയിലോട്ട് കയറ്റും. ഓക്കെ, എന്നിട്ട് ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഒരു കല്ലോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് വയ്ക്കും. എന്നിട്ട് ഈ കമ്പിയുടെ അറ്റത്ത് പിടിച്ച് ഇങ്ങനെ ഒരു ഫോഴ്സ് കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കും. ഈ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് ഈ സാധനം എന്ത് ചെയ്യും, അപ്പോൾ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ശരിയാണല്ലോ, ഇതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഇതൊരു പാരകമ്പിയാണ് അല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് ലീവർ എന്ന് പറയാം. എന്താ പറയുക? ലീവർ എന്ന് പറയാം. ലീവറിൽ നിങ്ങൾ ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു അല്ലേ. നിങ്ങൾ കൊടുത്ത ഈ ഫോഴ്സിനെ എഫർട്ട് എന്നാണ് പറയുക. എന്താ പറയുക? എഫർട്ട് എന്നാണ്. ഇനി നിങ്ങളുടെ ഈ തടിയല്ലേ ഇവിടെ നീക്കിയത്, അപ്പോൾ ഈ ലോഡിനെയാണ് അങ്ങോട്ട് നീക്കിയത്. അപ്പോൾ ഇതിനെ ലോഡെന്നോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എന്നോ പറയാറുണ്ട്. ഇനി അടുത്തത്, ഈ കല്ലിനെ ബേസ് ചെയ്തല്ലേ ഈ ലീവർ ടേൺ ചെയ്ത് ഇപ്പം ഇങ്ങനെ ഇരുന്ന കല്ലിൻ്റെ പുറത്ത് ഇത് ഇങ്ങനെ ആയി അല്ലേ. അപ്പോൾ ഈ കല്ലിനെ ബേസ് ചെയ്താണ് ഇത് റൊട്ടേറ്റ് ചെയ്തത്. ഈ കല്ലിനെ ഇവിടെ ഫൾക്രം എന്ന് പറയും. എന്താ പറയുക? ഫൾക്രം. ഓക്കെ, അപ്പം 3 പോയിൻ്റാണ് നമ്മൾ ലീവറിൽ പറയുന്നത്: എഫർട്ട്, ഫൾക്രം, റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസിന് വേറൊരു പേരാണ് ലോഡ് എന്ന് പറയും. അപ്പോൾ ലിസൺ പ്രോപ്പർലി. ദിസ് ഈസ് എ വുഡൻ പീസ്. So to move it, so we are using a strong rod here. So under that we are placing a rock. So this is a rock. Okay, so the rigid rod used here is known by the name lever. So here we are exerting a force. That force is known by the name effort. Then your lever is rotating with respect to this point. It is known by the name fulcrum. And this load is displaced. That load is otherwise known by the name resistance. So here we have to discuss 3 terms. What are they? Effort, fulcrum and resistance. What is effort? The force applied on lever is known as effort. Then what is fulcrum? The point with respect to which the lever rotates is called fulcrum, and the weight displaced using a lever is known as load or resistance. So ആരും ചോദിക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോകുന്നു. So listen here. The force applied on lever is known by the name effort. The point with respect to which the lever rotates is called fulcrum. The weight displaced using a lever is known by the name load or resistance. ഇനി നമുക്ക് പല ടൈപ്പ് ലീവേഴ്സ് ഉണ്ട്, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ 3 ടൈപ്പ് ലീവർ ഉണ്ട്, നിങ്ങൾ പഠിച്ചതാണ്. ഫസ്റ്റ് ഓർഡർ ലീവർ, സെക്കൻഡ് ഓർഡർ ലീവർ, തേർഡ് ഓർഡർ ലീവർ. നിങ്ങൾ പഠിച്ചല്ലേ. സോ ദർ ആർ 3 ടൈപ്സ് ഓഫ് ലീവേഴ്സ്: ഫസ്റ്റ് ഓർഡർ ലീവർ, സെക്കൻഡ് ഓർഡർ ലീവർ, തേർഡ് ഓർഡർ ലീവർ. അപ്പം ഞാൻ ഒരെണ്ണം പറയാം. അതിനകത്ത് ഞാൻ ഒരെണ്ണം പറയുന്നത് ശ്രദ്ധിക്കൂ. സീസോ കണ്ടു കാണും നിങ്ങൾ. സീസോ. ഓക്കെ, സീസോ കണ്ടു കാണുമല്ലോ, അതിനകത്ത് ഇരുന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാനൊരു സീസോ വരയ്ക്കാം. അപ്പം അതിനകത്തൊരു റോഡ് ഉണ്ടാവും. ഓക്കെ, അത് ഈ ഒരു പോയിന്റിനെ ബേസ് ചെയ്തായിരിക്കും ടേൺ ചെയ്യുന്നത്. ഇനി ഇവിടെ ഒരാളിരിക്കുന്നു. ഓക്കെ, ഇപ്പുറത്ത് വേറൊരാളിരിക്കുന്നു. ഇതിലേതെങ്കിലും ഒരാളിനെ എഫർട്ടായിട്ട് എടുക്കുക, മറ്റേ ആളിനെ റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുക. ഇനി നിങ്ങളുടെ സീസോ റൊട്ടേറ്റ് ചെയ്യുന്നത് ഈ പോയിന്റിനെ ബേസ് ചെയ്താണ്. അപ്പോൾ ഇവിടെ ആരാണ് നടുക്ക്? ഫൾക്രം അല്ലേ മറ്റേ രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്നത്. അപ്പോൾ ഈ സീസോ എന്ന് പറയുന്നത് ഒരു ഫസ്റ്റ് ഓർഡർ ലീവറാണ്. സീസോ എന്താണ്? ഫസ്റ്റ് ഓർഡർ ലീവറാണ്. ഇനി നമുക്ക് സിസേഴ്സ് എടുക്കാം. നോക്കൂ, സിസേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സിസേഴ്സ് ഇരിക്കുന്നത് അല്ലേ. ഇപ്പം ഇവിടെയാണ് നമ്മൾ പിടിക്കുന്നതും നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നതും. അപ്പോൾ ഇവിടെയാണ് എഫർട്ട് കൊടുക്കുന്നത് അല്ലേ. ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് അത് റൊട്ടേറ്റ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഫൾക്രം. ഇവിടെയാണ് തുണി കട്ട് ചെയ്യാനുള്ള തുണി വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് അതാണ് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെയും ഏതാണ് ഇൻ ബിറ്റ്വീൻ? ഫൾക്രമാണ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇതും ഏത് ഓർഡർ ലീവറിൽ വരുന്നതാണ്? ഫസ്റ്റ് ഓർഡർ ലീവറിൽ വരുന്നതാണ്. ഇനി കോമൺ ബാലൻസ് ഞാൻ പറയാം. നോക്കൂ, അപ്പോൾ ഇതാണ് കോമൺ ബാലൻസ്. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇവിടെ നമ്മുടെ വെയിറ്റ് തൂക്കുന്ന പാനാണ്. ഓക്കെ, ഇനി ഇവിടെ നോക്കൂ, ഈ പോയിന്റിനെ ബേസ് ചെയ്തല്ലേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനങ്ങുന്നത്, ഇങ്ങനെ അനങ്ങുന്നത്. അപ്പോൾ ദിസ് ഈസ് ഫൾക്രം. അപ്പോൾ ഇതാണ് ഫൾക്രം. ഇവിടെ ഒരു കട്ട ഇടുന്നു. അപ്പോൾ കട്ടനല്ല കട്ട.
അപ്പോൾ ഈ കട്ടയെ നമുക്ക് റെസിസ്റ്റൻസ് എന്നോ അല്ലെങ്കിൽ എഫർട്ട് എന്നോ പറയാം. അപ്പുറത്ത് എന്തെങ്കിലും സാധനങ്ങൾ തൂക്കാൻ ഇപ്പോൾ അരി ഇട്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ഇവിടെ എഫർട്ട്. അപ്പോൾ ഇവിടുത്തെ കേസിലും ആരാണ് ഇൻ ബിറ്റ്വീൻ? ഫൽക്രമാണ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇപ്പം ഞാൻ 2-3 എക്സാമ്പിൾസ് ഇവിടെ പറഞ്ഞു. അപ്പോൾ ഇതിനകത്തെല്ലാം ആരാണ് ഇൻ ബിറ്റ്വീൻ? ഫൽക്രമാണ് ബാക്കി രണ്ടുപേരുടെ ഇടയ്ക്ക് വരുന്നത്. ഈ ടൈപ്പ് ലീവറിനെ വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് ഓർഡർ ലീവർ. സോ ഇൻ എ ഫസ്റ്റ് ഓർഡർ ലീവർ ഫൽക്രം ഈസ് ഇൻ ബിറ്റ്വീൻ എഫർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. ജസ്റ്റ് ഓർക്കുക, ഇതൊന്നും ആരും ചോദിക്കില്ല. സോ ഇൻ ഫസ്റ്റ് ഓർഡർ ലീവർ ഫൽക്രം ഈസ് ഇൻ ബിറ്റ്വീൻ എഫർട്ട് ആൻഡ് റെസിസ്റ്റൻസ്. കുഴപ്പമുണ്ടോ? ഇനി പ്ലെയർ നമുക്കറിയാം. പ്ലെയർ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാമെന്നുള്ളതാണ്. ഇതേ സംഭവം തന്നെയാണ്. നോക്കൂ, ഇവിടെയും ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി ഇവിടെയാണ് എഫർട്ട് കൊടുക്കുന്നത്, ഇവിടെയാണ് കട്ട് ചെയ്യേണ്ട സാധനം. അപ്പോൾ റെസിസ്റ്റൻസ് ഇവിടെയാണ്. സോ പ്ലെയർ ഈസ് ആൾസോ എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് ഓർഡർ ലീവർ. സോ ഗിവ് എക്സാമ്പിൾസ് ഫോർ ഫസ്റ്റ് ഓർഡർ ലീവർ. സീസോ, കോമൺ ബാലൻസ്, then scissors, pliers, etc. So in all, fulcrum is in between effort and resistance. Is it clear? ഇനി നമ്മൾ ഏത് ഓർഡറിലേക്ക് പോവാണ്? സെക്കൻഡ് ഓർഡർ ലീവറിലേക്ക് പോവാണ്. ഓക്കെ, അടുത്ത് നമ്മൾ പോകുന്നത് സെക്കൻഡ് ഓർഡർ ലീവറിലേക്കാണ്. നോക്കൂ, സെക്കൻഡ് ഓർഡർ ലീവർ നോക്കൂ. സെക്കൻഡ് ഓർഡർ ലീവർ എന്ന് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. സെക്കൻഡ് ഓർഡർ ലീവറിൽ റെസിസ്റ്റൻസ് ആണ് ഇടയ്ക്ക് വരുന്നത്. ആരാണ് ഇടയ്ക്ക് വരുന്നത്? റെസിസ്റ്റൻസ് ആണ് ഇൻ ബിറ്റ്വീൻ വരുന്നത്. ഏതാണ്? റെസിസ്റ്റൻസ്. അപ്പം നമുക്ക് പറയാം. നോക്കൂ, ശ്രദ്ധിച്ച് ആൻസർ പറയണതാ. ഇതൊരു വീൽ ചെയറാണ്. ഓക്കെ, വീൽ ചെയറാണ്. ഇപ്പം ഇവിടെ പിടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ള ഒരു ഇത്. ഓക്കെ, ഇപ്പം ഇവിടെയാണ് നമ്മുടെ പേഷ്യൻ്റ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ കാല് നീട്ടിയിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ ഇരുന്നോട്ടെ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇവിടെ പിടിക്കുന്ന ആൾ ഇവിടെ ആയിരിക്കും എഫർട്ട് കൊടുക്കുക അല്ലേ? ഓക്കെ, ഇവിടെ ആളിരിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ? ഇനി ഈ വീലിനെ ബേസ് ചെയ്ത് അതിനെ എങ്ങോട്ട് വേണോ ടേൺ ചെയ്യാം. ഉരുട്ടിക്ക കൊണ്ട് പോകാൻ മാത്രമല്ല, എങ്ങോട്ട് വേണോ ടേൺ ചെയ്യിപ്പിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫൽക്രം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏതാണ് ഇൻ ബിറ്റ്വീൻ? റെസിസ്റ്റൻസ് അല്ലേ ഇൻ ബിറ്റ്വീൻ ബാക്കി രണ്ടുപേര്. അപ്പോൾ റെസിസ്റ്റൻസ് നടുക്ക് വരുന്ന ലീവറിൻ്റെ പേരാണ് സെക്കൻഡ് ഓർഡർ ലീവർ. ഇനി അടുത്ത വേറെണ്ണം ഞാൻ പറയാം. എന്താണ്? നമ്മുടെ ഈ മേശിരിമാരൊക്കെ ഒരു വണ്ടിയും കൊണ്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ആ വണ്ടിയിൽ ഇവിടെ ഒരു വീല് കാണും. സിമെൻ്റൊക്കെ ഇട്ടുകൊണ്ട് പോകുന്നൊരു വണ്ടി കാണും. അപ്പോൾ ഇതിൻ്റെ പേരാണ് വീൽ ബാരോ. എന്താണ്? വീൽ ബാരോ. അപ്പോൾ ഈ വീൽ ബാരോയിൽ നോക്കൂ, ഈ ഇവിടെയാണ് സാധനം ഇടുന്നത്. ഇപ്പോൾ റെസിസ്റ്റൻസ് ഇവിടെയാണ് അയാൾ എഫർട്ട് കൊടുക്കുന്നത്. ഇനി എങ്ങോട്ട് വേണോ ആ വണ്ടി തിരിക്കാം. അപ്പോൾ ഈ ടയറിനെ ബേസ് ചെയ്താണ് തിരിയുന്നത്. അപ്പോൾ ഇതാണ് ഫൽക്രം. സോ ഇത് ഏത് ഓർഡർ ലീവറാണ്? സെക്കൻഡ് ഓർഡർ ലീവറാണ്. ഇനി അടുത്ത ഒരു സാധനം നിങ്ങൾ ഇതാ ഈ സാധനത്തിനെ കണ്ടു കാണും. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയണേ. നിങ്ങളിത് കണ്ടിട്ടുണ്ടോ? ഇവിടെ നാരങ്ങയുടെ ഒരു പീസ് വയ്ക്കുന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇവിടെ ഞെക്കുന്നു. കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ ഈ എൻഡിൽ ഒരു ഹിഞ്ചസ് കാണും. ഓക്കെ, അപ്പോൾ ഈ എൻഡിനെ ബേസ് ചെയ്താണ് ഇത് മൂവ് ആവുന്നത്. അപ്പോൾ ഇതാണ് ഫൽക്രം. നാരങ്ങയാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ്. ഇവിടെ എഫർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെയും ആരാണ് ഇൻ ബിറ്റ്വീൻ? റെസിസ്റ്റൻസ് ആണ് ഇൻ ബിറ്റ്വീൻ. ഇനി അടുത്തൊരു സാധനം നിങ്ങളിത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടു കാണും, ചില ആളുകൾ കണ്ടു കാണും. ഓക്കെ, നാട്ടിൻ പ്രദേശത്തൊക്കെ ഇപ്പോഴും ഉണ്ട് ഈ സാധനം. ഓക്കെ, ഇങ്ങനെ സാധനം കണ്ടിട്ടുണ്ടോ? ഓക്കെ, പാക്ക് വെട്ടുന്ന സാധനം. അപ്പോൾ ഇവിടെയാണ് എഫർട്ട് കൊടുക്കുന്നത്. പാക്ക് ഇവിടെ എടുത്ത് വയ്ക്കും. ഓക്കെ, അരക്നെറ്റ് അറിഞ്ഞൂടെ? ഇനി അടുത്തെന്താണ്? ഇവിടെ ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫൽക്രം, ഇത് റെസിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ് ഇൻ ബിറ്റ്വീൻ അല്ലേ? അപ്പോൾ ഇതും ഏത് ഓർഡർ ലീവറാണ്? സെക്കൻഡ് ഓർഡർ ലീവറാണ്. സോ വാട്ട് ഡു യു നോ അബൌട്ട് സെക്കൻഡ് ഓർഡർ ലീവർ? ഇൻ സെക്കൻഡ് ഓർഡർ ലീവർ റെസിസ്റ്റൻസ് ഈസ് ഇൻ ബിറ്റ്വീൻ എഫർട്ട് ആൻഡ് ഫൽക്രം. ഓക്കെ, എക്സാമ്പിൾ വീൽ ബാരോ, വീൽ ചെയർ, ലെമൺ സ്ക്വീസർ, എന്താണ്? നട്ട് ക്രാക്കർ. എന്താണ് ഇതിൻ്റെ പേര്? നട്ട് ക്രാക്കർ. അപ്പം നട്ട് ക്രാക്കർ, ലെമൺ സ്ക്വീസർ, then wheel barrow, wheelchair ഒക്കെ ഏത് ഓർഡർ ലീവർ? സെക്കൻഡ് ഓർഡർ ലീവർ. സോ ഇൻ സെക്കൻഡ് ഓർഡർ ലീവർ റെസിസ്റ്റൻസ് ഈസ് ഇൻ ബിറ്റ്വീൻ എഫർട്ട് ആൻഡ് ഫൽക്രം. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ജസ്റ്റ് പറഞ്ഞു വിട്ടെന്നേ ഉള്ളൂ. അടുത്ത് നമ്മൾ തേർഡ് ഓർഡർ ലീവറിലോട്ട് പോവാണ്. ഏതാണ് തേർഡ് ഓർഡർ ലീവർ? സോ ലിസൺ, ഇൻ തേർഡ് ഓർഡർ ലീവർ എഫർട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ ദ അതർ ടു. ബാക്കി രണ്ടുപേരുടെ ഇടയിൽ ആര് വരും? എഫർട്ട് വരും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇതാണ്ടേ, നിങ്ങൾക്ക് അറിയാമെന്നുള്ളൊരു സാധനമാണിത്.
ബേക്കറിയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് ഈ പഫ്സൊക്കെ ചോദിക്കുന്നു. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഇതുപോലൊരു സാധനം വെച്ച് പിടിച്ചോണ്ട് ഇങ്ങനെ തരും, ശരിയല്ലേ? അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പഫ്സ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് പഫ്സ്. അപ്പോൾ ഇതിനെ നമുക്ക് റെസിസ്റ്റൻസ് എന്ന് പറയാം. ഓക്കെ, ഇനി അടുത്ത ഇതിൻ്റെ ഈ അറ്റം കണ്ടോ, ആ അറ്റത്തിൻ്റെ ബേസ് ചെയ്ത് ഇതാണ്ട് ഇങ്ങനെ ആവും അല്ലേ? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഫൽക്രമാണ്. അയാൾ പിടിക്കുന്നത് ഇവിടെ ആയിരിക്കും പിടിക്കുന്നത്. അപ്പോൾ ഇവിടെ ആയിരിക്കും എഫർട്ട്. അപ്പോൾ ഇതിൽ ഏതാണ് ഇൻ ബിറ്റ്വീൻ? എഫർട്ട് അല്ലേ ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ഇത് ഏത് ഓർഡർ ലീവർ? തേർഡ് ഓർഡർ ലീവറാണ്. പ്രയാസമൊന്നുമില്ലല്ലോ. ഇനി അപ്പോൾ ഇതിൻ്റെ പേരെന്താണ്? ഇത് ടോങ്സ് ആണ്. എന്താണ്? ടോങ്സ് ആണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഐസൊക്കെ എടുത്ത് വെള്ളവടിക്കാരന്മാരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? സിനിമയിലെങ്കിലും കണ്ടിട്ടില്ലേ? അപ്പോൾ അത് സിനിമയിലൊന്നും കാണണമെന്നില്ല, ഇപ്പം നമ്മുടെ നാട്ടിൽ സുലഭമാണ്. അപ്പോൾ എന്താണ്? ഐസൊക്കെ എടുത്ത് ഇതിനകത്തൊക്കെ ഇടുന്ന കണ്ടിട്ടില്ലേ? അപ്പോൾ ഐസ് ടോങ്സ്. എന്താണ്? ഐസ് ടോങ്സിൽ ഐസ് ടോങ്സ് എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിളാണ്? തേർഡ് ഓർഡർ ലീവറാണ്. അപ്പോൾ പരിചയമുള്ള ആരെങ്കിലും വെള്ളം അടിക്കാനായിട്ട് ഈ സാധനം ഉപയോഗിക്കുന്നെങ്കിൽ ചോദിക്കണം. എന്താണ്? വെള്ളം അടിച്ചോളൂ. നിങ്ങൾ ആദ്യം ഇത് ഏത് ഓർഡർ ലീവറിൽ, ഏത് കാറ്റഗറിയിൽ വരുന്ന ലീവറാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ ലീവർ ഏതെന്ന് അയാൾ പറഞ്ഞു തരും കേട്ടോ. ശ്രദ്ധിച്ച് ചെന്ന് ചോദിക്കണേ. സോ ലിസൺ. അപ്പോൾ ഐസ് ടോങ്സ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറി? തേർഡ് ഓർഡർ ലീവർ. ഓക്കെ, ഇനി ഫയർ ടോങ്സ്. ഫയർ ടോങ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫയറിൽ കിടക്കുന്ന സാധനത്തിന് എടുക്കുന്നതും ഇതുപോലത്തെ സാധനം വെച്ചാണ്. അപ്പോൾ ഇതെല്ലാം, അപ്പോൾ ഫയർ ടോങ്സ്, ഐസ് ടോങ്സ്, പിന്നെ പ്ലക്കർ അറിഞ്ഞൂടെ? മുടിയൊക്കെ വലിച്ച് പറിക്കുന്ന സാധനം. അപ്പോൾ പ്ലക്കർ, ഇതെല്ലാം ഏത് കാറ്റഗറിയിൽ വരും? തേർഡ് ഓർഡർ ലീവറിലാണ് വരുന്നത്. സോ വാട്ട് ഡു യു നോ അബൌട്ട് തേർഡ് ഓർഡർ ലീവർ? ഇൻ തേർഡ് ഓർഡർ ലീവർ എഫർട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് ഫൽക്രം. അപ്പോൾ നിങ്ങൾ 3 ലീവേഴ്സും പഠിക്കുക. ഫ്രീ എന്ന് ഓർക്കുക. ഫ്രീയിൽ ആദ്യത്തെ 3 അക്ഷരം മതി. ഇൻ ഫസ്റ്റ് ഓർഡർ ലീവർ പറയൂ, ഫൾക്രം ഈസ് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ് ആൻഡ് എഫർട്ട്. ഇൻ സെക്കൻഡ് ഓർഡർ ലീവർ റെസിസ്റ്റൻസ് ഈസ് ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് എഫർട്ട്. ഇൻ തേർഡ് ഓർഡർ ലീവർ എഫർട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ ഫൾക്രം ആൻഡ് റെസിസ്റ്റൻസ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഫ്രീ എന്ന് ഓർത്താൽ മതി. ഇൻ ഫസ്റ്റ് ഓർഡർ ലീവർ വാട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ ഫൾക്രം. ഇൻ സെക്കൻഡ് ഓർഡർ ലീവർ വാട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ്. ഇൻ തേർഡ് ഓർഡർ ലീവർ വാട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ എഫർട്ട് ഈസ് ഇൻ ബിറ്റ്വീൻ. സോ ഹൗ മെനി ടൈപ്സ് ഓഫ് ലീവേഴ്സ് ആർ ദെയർ? 3 ടൈപ്സ്. ഇപ്പോൾ എക്സാമ്പിൾസ് നമ്മൾ കണ്ടു. പ്രയാസം തോന്നിയോ? അടുത്തേക്ക് പോകൂടെ? അപ്പോൾ ഇതൊന്നും ഞാൻ റിസർച്ച് നടത്താനേ ഉദ്ദേശിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് വായിച്ച് കളയുക എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. അടുത്ത നിങ്ങൾ നോക്കണം, ഒരു സീസോ നമുക്കെടുക്കാം. ഒരു സീസോ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഒരു സീസോ ഞാനിവിടെ വരയ്ക്കാം. ഓക്കെ, സീസോ ഇവിടെ ഇരിക്കുന്നു. ഇവിടെ ഒരു പോയിന്റിനെ ബേസ് ചെയ്ത് റൊട്ടേറ്റ് ചെയ്യാൻ പരുവത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ പോയിന്റിനെ നമ്മൾ എന്താ പറയുക? ഫൽക്രം എന്നാണ്. ഇനി ഇവിടെ ഒരു ചെറുക്കൻ ഇരിക്കുന്നു. ആ ചെറുക്കൻ ഇവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഈ ഫോഴ്സിനെ ഞാൻ ഒരു പേര് കൊടുക്കാം. F1 എന്നോ F2 എന്നോ എന്തെങ്കിലും പേര് കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങളുടെ നോട്ട്സിൽ കൊടുത്തിരിക്കുന്ന പേര് F1 എന്നാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന പയ്യനും ഇങ്ങോട്ടൊരു ഫോഴ്സ് കൊടുക്കും. ഈ ഫോഴ്സിൻ്റെ പേര് F2 എന്നാണ്. ഇത്രയും മനസ്സിലായോ? ഇനി കണ്ട് ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസിനെ ഞാൻ D2 എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുക? D2. ഇനി ഇവിടം തൊട്ട് ഇതുവരെയുള്ള ഈ ഡിസ്റ്റൻസിനെ D1 എന്ന് വിളിക്കുന്നു. ഇത്രയും മനസ്സിലാവാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? ഒരു സീസോയെ കണ്ടാൽ പണ്ടേ അറിയാം, ഇപ്പോഴും അറിയാം, എപ്പോഴും അറിയാം. സോ ഈ പോയിന്റിനെ ബേസ് ചെയ്താണ് അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. ആ പോയിന്റിന്റെ പേര് ഫൽക്രം എന്നാണ്. അതിൻ്റെ അങ്ങേറ്റത്തൊരു ചെറുക്കൻ, ഇങ്ങേറ്റത്തൊരു ചെറുക്കൻ. ഈവൻ ഫോഴ്സ്, അവൻ്റെ വെയിറ്റ് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്, അവൻ്റെ വെയിറ്റ് ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫോഴ്സുകൾ F1ഉം F2ഉം. ഇത്രയും മനസ്സിലായി. ഈ ഫൽക്രത്തിൽ നിന്ന് അതിലേക്കുള്ള ദൂരം D2, ഈ ദൂരം D1. ഇത്രയും മനസ്സിലായി. ഇനി ഇവിടെ ഇരിക്കുന്ന ചെറുക്കൻ ഇങ്ങോട്ട് ഞെക്കിയാൽ ഈ ലീവർ ഇങ്ങനെ ടേൺ ചെയ്യും, ആണല്ലോ. ഇനി ഇവൻ ഇവിടെ നിന്ന് ഞെക്കിയാൽ ഇത് ഇങ്ങനെ ടേൺ ചെയ്യും. അത്ഭുത സംഭവങ്ങളൊന്നും ഞാൻ പറഞ്ഞില്ല. ഇനി ഞാൻ ഇവിടെ പറയുകയാണ്. ഇതാണ്ട് ഇവിടെ ഈ സീസോയെ മിണ്ടാതെ ഇരിക്കുകയാണ്, അനങ്ങുന്നില്ല. സീസോ ഇക്വിലിബ്രിയത്തിലാണ്, ഇങ്ങനെ ചുമ്മാ നിൽക്കുന്നു. അപ്പുറത്തും ഇപ്പുറത്തും പയ്യന്മാരുണ്ട്. സീസോ അനങ്ങുന്നതേയില്ല. അപ്പോൾ എൻ്റെ സീസോ എന്ന് പറയുന്നത് ഇക്വിലിബ്രിയത്തിലാണ്. എൻ്റെ പാവപ്പെട്ട സീസോ ഇപ്പോൾ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സിൻ്റെ ആൻസർ എത്ര വരും? 0 വരും. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ നെറ്റ് ടോർക്കിൻ്റെ ആൻസറും എത്ര വരും? 0 വരും. ഇതാണല്ലോ. അപ്പോൾ ഇത്രയും നമ്മൾ കോമൺ സെൻസ് വെച്ച് പറഞ്ഞതാണ്. ഇവിടെ ഒരു സീസോ, ഈ സീസോ അവിടെ മിണ്ടാതിരിക്കുകയാണ്. മിണ്ടാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അനങ്ങുന്നില്ല. അപ്പോൾ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ മോഷൻ ഒന്നുമില്ല. ഇനി ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് നീങ്ങുന്നില്ല. 2 സൈഡിലും പയ്യന്മാരും ഉണ്ട്. അപ്പോൾ സീസോ അനങ്ങാതെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ സീസോ ഈസ് ഇൻ ഇക്വിലിബ്രിയം. നമ്മുടെ സീസോ എന്തിലാണ്? ഇക്വിലിബ്രിയത്തിലാണ്. സോ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടുത്തെ നെറ്റ് ഫോഴ്സിൻ്റെ ആൻസറും നെറ്റ് ടോർക്കിൻ്റെ ആൻസറും 0 ആയിരിക്കും. ഇനി ഇവിടെ നിങ്ങൾ കഥകളെല്ലാം പറയണം.
ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് കാണാൻ എന്താ വഴി? ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് കാണാൻ എന്താ വഴി? പറ. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്ര? ഇതാണ് ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. നിങ്ങൾ പറ. ഇവിടെ ഒരു ലീവറാണ് ഇത് അല്ലേ? അപ്പോൾ അതിൽ 2 ഫോഴ്സുകൾ താഴോട്ടുണ്ട്. ഏതൊക്കെയാണ്? F1ഉം F2ഉം ആണല്ലോ. ഇത് രണ്ടും ആ ലീവറിൻ്റെ പുറത്താണ് ആക്ട് ചെയ്യുന്നത്. ഇത് റെസ്റ്റ് ചെയ്യുന്നത് ഈ ഫൽക്രത്തിൻ്റെ മണ്ടയിലാണ്. അപ്പോൾ ഫൽക്രത്തിലോട്ട് ഒരു താഴോട്ടൊരു ഞെക്ക് കൊടുക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ആ ഫൽക്രത്തിൽ നിന്ന് മേലോട്ടൊരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് ഇവിടെ മേലോട്ടാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ 3 ഫോഴ്സുകളാണുള്ളത്. ഇത് മേലോട്ടുള്ള ഫോഴ്സ് R, ഇനി താഴോട്ടുള്ള ഫോഴ്സുകൾ F1ഉം F2ഉം. ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് 0 എന്നല്ലേ ഞാൻ പറഞ്ഞത്? അപ്പോൾ പറ, നെറ്റ് ഫോഴ്സ് എങ്ങനെ കാണും? R പ്ലസ് അടുത്ത് ഈ ഫോഴ്സ് അങ്ങോട്ടാ താഴോട്ടാണ്. അപ്പം -F1 എന്താ താഴോട്ടായതുകൊണ്ട്, പ്ലസ് അടുത്ത ഫോഴ്സും താഴോട്ടാണ് -F2. ഇതാണ് നെറ്റ് ഫോഴ്സ്. നെറ്റ് ഫോഴ്സിൻ്റെ ആൻസർ 0 ആണെങ്കിൽ നിങ്ങളുടെ സീസോ അനങ്ങത്തില്ല. ഇറ്റ് ഈസ് ഇൻ ഇക്വിലിബ്രിയം. ബുദ്ധിമുട്ടുണ്ടാവും മക്കളെ. അപ്പോൾ R ഈസ് ഈക്വൽ ടു ഇതിനെടുത്ത് അപ്പുറത്ത് വെച്ചാൽ F1 + F2 എന്നൊക്കെ എഴുതാം. ആണോ? ഇപ്പം നിങ്ങളുടെ സീസോയിലുള്ള നെറ്റ് ഫോഴ്സ് 0 അല്ലേ? നെറ്റ് ഫോഴ്സ് 0 എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ 0 അല്ലേ? അപ്പോൾ നിങ്ങളുടെ സീസോ ഇപ്പോൾ അനങ്ങത്തില്ല. അപ്പം നിങ്ങളുടെ സീസോ ഇപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. എന്തിലാണ്? ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. പേടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ സീസോ ഇപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് 0 എന്ന് വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഈ സീസോ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മണ്ടയിലുള്ള നെറ്റ് ഫോഴ്സ് 0. നിങ്ങൾ പറ, ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എത്രയെന്ന് പറയൂ. വാട്ട് ഈസ് എ നെറ്റ് ഫോഴ്സ്? പെട്ടെന്ന് പറ. R upwards, then F1 and F2 downwards. So R plus -F1 plus -F2 is a net force. If the net force is 0, then your seesaw is in translational equilibrium. Your seesaw is in translational equilibrium. ബുദ്ധിമുട്ടുണ്ടോ? ഇനി ഞാൻ പറഞ്ഞു നിങ്ങളുടെ സീസോ അനങ്ങുന്നില്ല എന്ന്. അപ്പം നിങ്ങളുടെ സീസോ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലുമാണ്. നിങ്ങളുടെ സീസോ എന്തിലുമാണ്? റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലുമാണ്. റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടുത്തെ നെറ്റ് ടോർക്ക് എത്രയായിരിക്കണം? അവിടെ 0 ആയിരിക്കണം. നെറ്റ് ടോർക്ക് 0 ആയിരിക്കണം. ടോർക്ക് എന്ന് പറഞ്ഞാൽ R ക്രോസ് F എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇനിയും ഉണ്ടോ? ഉണ്ടെന്നാണ് വിശ്വാസം. അപ്പോൾ ടോർക്കിൻ്റെ ആൻസർ എന്താണ്? R ക്രോസ് F എന്നാണ്. അപ്പോൾ R ക്രോസ് F എന്നാണ്. നിങ്ങളിവിടെ നോക്കൂ. ഇവിടുത്തെ ഫോഴ്സ് ഏതാ? F1 ആണ്. ഇവിടുത്തെ ഡിസ്റ്റൻസ് ഏതാ? D1 ആണ്. അപ്പോൾ Rന് പകരം D1ഉം ഇനി Fന് പകരം F1ഉം. ഇവിടെ Rന് പകരം D2ഉം Fന് പകരം F2ഉം. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് എത്രയെന്ന് വരും? ഇവിടുത്തെ ടോർക്ക് എന്ന് പറഞ്ഞാൽ R ക്രോസ് Fന് പകരം എന്ത് വരും എന്നാണ് പറയേണ്ടത്. പറ. R ക്രോസ് Fന് പകരം പറ D1 ക്രോസ് F1 എന്ന് വരില്ലേ? അതാണ് അവിടുത്തെ ടോർക്ക്. ഇടല്ലേ? ഇനി ഈ 2 സാധനങ്ങൾക്കിടയ്ക്കുള്ള ആംഗിൾ 90 അല്ലേ? അപ്പോൾ A ക്രോസ് ബിയുടെ ആൻസർ എന്ത് വരും? A ക്രോസ് ബി. എക്കും ബിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണെങ്കിൽ A ക്രോസ് ബിയുടെ ആൻസർ എത്ര വരും? A ക്രോസ് ബി എന്ന് പറഞ്ഞാൽ AB sin θ എന്നാണ്. തീറ്റയുടെ വാല്യൂ 90 ആണെങ്കിൽ AB sin 90. അപ്പോൾ AB എന്ന് വരില്ലേ? മനസ്സിലായില്ല? എടാ, A ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എന്തോന്ന്? A ക്രോസ് ബി എന്ന് പറഞ്ഞാൽ AB sin θ. ഇവിടെ തീറ്റയുടെ വാല്യൂ 90 ആണെങ്കിൽ AB sin 90. അപ്പോൾ AB എന്ന് വരില്ലേ? അപ്പോൾ A ക്രോസ് ബിയുടെ ആൻസർ എന്തായി? AB എന്നായി. ഇവിടെ അതുപോലെ ഇവിടുത്തെ ടോർക്കാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ടോർക്ക് കാണാനുള്ള ജനറൽ ഇക്വേഷൻ എനിക്കറിയാം. എന്താണ്? R ക്രോസ് F എന്നാണ്. അപ്പോൾ ഇവിടുത്തെ Rന് പകരമുള്ളതാണ് D1, Fന് പകരമുള്ളതാണ് F1. അപ്പോൾ ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് എന്ത് വരും? D1 ക്രോസ് F1 എന്ന് വരും. D1നും F1നും ഇടയ്ക്കുള്ള ആംഗിൾ 90 അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് D1 F1 എന്ന് വരും, അല്ലെങ്കിൽ F1 D1 എന്ന് വരും. മനസ്സിലായോ? അപ്പോൾ അതാണ് ലെഫ്റ്റ് സൈഡിലെ ടോർക്ക്. ഇനി റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ടോർക്ക് പറയണം. റൈറ്റ് സൈഡിൽ ഉണ്ടാകുന്ന ടോർക്ക് കാണാനുള്ള ഇക്വേഷൻ എന്താ? R ക്രോസ് Fനെ മനസ്സിൽ ധ്യാനിച്ചു. ഇവിടുത്തെ R എന്ന് പറയുന്നത് D2 ആണ്. ക്രോസ് പറ Fന് പകരം F2 എന്നാണ്. F2 എന്നാണ്. ഇനി ഇത് രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ എത്ര? 90 ആണ്. നിങ്ങൾ നോക്കും, രണ്ടിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ആണ്. അപ്പോൾ A ക്രോസ് B യുടെ ആൻസർ AB sin θ എന്നാണ്. തീറ്റയുടെ വാല്യൂ 90 ആണെങ്കിൽ AB sin 90. അപ്പോൾ AB എന്ന് വരും. അപ്പോൾ D2 ക്രോസ് F2 എന്തായിട്ട് മാറും? D2 F2 ആയിട്ട് മാറും. എന്തായിട്ട് മാറും? D2 F2 ആയിട്ട് മാറും. അപ്പോൾ ഞാൻ പറയാം, ഇവിടുത്തെ ടോർക്ക് F1 D1, ഇവിടുത്തെ ടോർക്ക് F2 D2 ആണല്ലോ. ഇനി ഞാൻ ചോദിക്കുകയാണ്, ഈ ടോർക്ക് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ടോർക്ക് എത്ര? F2 D2. ഇവിടുത്തെ ഈ ടോർക്ക് നോക്കൂ, നേരെ നോക്കിയിട്ടേ പറയാവൂ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷൻ അല്ലേടാ?
ഇത് ക്ലോക്ക് ഇങ്ങനെയല്ലേ നിങ്ങളുടെ വീട്ടിലെ ക്ലോക്ക് എങ്ങനെ കറങ്ങുന്നത്? ഇങ്ങനെ. ഓക്കെ, അപ്പോൾ ക്ലോക്ക് കറങ്ങുന്നത്. അപ്പോൾ ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷനിലുള്ള ടോർക്ക് എത്ര? F2D2 എന്നാണ്. അപ്പോൾ F2D2ന് നമ്മൾ എന്ത് സൈൻ കൊടുക്കണം? നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ക്ലോക്ക് വൈസ് ടോർക്ക് ആണെങ്കിൽ നെഗറ്റീവ് സൈൻ കൊടുക്കണം. ഇനി ഇതെന്ത്? ഇവിടുത്തെ ടോർക്ക് പറ. F1D1 എന്നാണ്. ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ? അപ്പോൾ F1D1ന് എന്ത് സൈൻ കൊടുക്കണം? പോസിറ്റീവ് സൈൻ കൊടുക്കണം. മനസ്സിലായോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ രണ്ട് ടോർക്ക് ഉണ്ടായത് മനസ്സിലായി കാണും. F1D1ഉം F2D2ഉം. ഈ ടോർക്ക് എങ്ങോട്ടാണ്? ക്ലോക്ക് വൈസ് ആണ്, അതിന് നെഗറ്റീവ് സൈൻ കൊടുത്തു. ഈ ടോർക്ക് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, അപ്പോൾ അതിന് പോസിറ്റീവ് കൊടുത്തു. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞത്? നെറ്റ് ടോർക്ക് 0 എന്നല്ലേ ഞാൻ പറഞ്ഞത്? നെറ്റ് ടോർക്ക് എങ്ങനെ കാണും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. പറ. F1D1 പ്ലസ് മൈനസ് F2D2. അപ്പോൾ എന്തായി? നെറ്റ് ടോർക്കായി. നെറ്റ് ടോർക്ക് 0 ആണെങ്കിൽ നിങ്ങളുടെ സീസോ റൊട്ടേറ്റ് ചെയ്യില്ല. അപ്പോൾ നെറ്റ് ടോർക്കിൻ്റെ ആൻസർ 0 ആണെങ്കിൽ നിങ്ങളുടെ സീസോ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണ്. പേടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം മായ്ച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങൾ സമാധാനമായിട്ട് സ്റ്റാർട്ടിങ് തൊട്ട് പറയുക. സോ ലിസൺ ഹിയർ, വി ഹാവ് എ സീസോ ഹിയർ. Okay, then with respect to this point it will rotate. Okay, here there is a boy, he will apply a force F1. Okay, then here there is another boy, he will apply a force F2. This distance is what? D2, and this distance is D1. No problem. Then I say, so this is in equilibrium. Your seesaw is in equilibrium. Your seesaw is in equilibrium means it is in translational equilibrium and it is in rotational equilibrium. Okay, means your seesaw will not have translational motion, your seesaw will not have rotational motion. Once again, you consider a seesaw like this. See, it is resting on this fulcrum. See, no problem. Two boys are sitting there. Their weights are F1 and F2. This distance is D2. This distance is D1. No problem. See, I said, see, this seesaw is in equilibrium. Seesaw is in equilibrium means it is in translational equilibrium and rotational equilibrium. If it is in translational equilibrium, it will not have translatory motion. Then, if it is in rotational motion, see, if it is in rotational equilibrium, it will not have rotational motion. Manasalayo? See, your seesaw is in translational equilibrium. So net force acting should be 0. Then your seesaw is in rotational equilibrium. So the net torque acting should be 0. ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഞാൻ ഇറേസ് ചെയ്യാണ്. Listen properly. ഇനി പറയില്ല. So this is your seesaw. It is resting on fulcrum. Okay, it is resting on fulcrum. Okay, then here there is a force known by the name F1. Here there is another force known by the name F2. This distance is taken as D1. That distance is taken as D2. No problem. Then see, what is a condition for translational equilibrium? Translational equilibrium of your seesaw. Example ചോദിക്കും, what is the condition for translational equilibrium? See, if net force is 0, your seesaw is in translational equilibrium. Then what is the condition for rotational equilibrium? What is the condition for rotational equilibrium? What is the condition for rotational equilibrium? If net torque is 0, your seesaw is in rotational equilibrium. ഇനി ഞാൻ പറയാൻ പോകുന്നത് ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിന്റെ കാര്യമാണ്. See, how many forces are acting here? 2, F1 and F2. Okay, both these forces are acting on this bar. Am I right? So bar is resting on fulcrum, so there will be a reaction upwards. So in this situation, you can find 3 forces. R upwards, F1 and F2 downwards. So net force here should be 0. So how will you calculate the net force? R plus minus F1 plus minus F2 is the net force. Its answer is 0. Then if this is a condition, then your seesaw will be in translational equilibrium. Then it will not have translational motion. Then what is the condition for rotational equilibrium? Net torque should be 0. Listen properly. What is the general equation to calculate torque? Torque is equal to R cross F. Am I right?
See, what is A cross B? AB is sin theta. If the angle between A and B is 90, A cross B becomes AB sin 90. So it is AB. So if theta is equal to 90, so what is the answer of torque? Torque is equal to RF. This is a familiar thing. Then here you listen. This is a first force. This is one force. What is it? F2. Then this is equivalent to R. So what is the angle between R and F? So it is 90. So R cross F is a torque here. So what is a torque here? What is a torque produced by this force? It is D2F2. Then what is a torque produced by this force? It is D1F1. Okay. So in this situation, net torque is 0. Net torque parayu. This torque is like this. ഇവിടെ ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെയല്ലേ കറങ്ങും. ഇനി ഇവിടെ ഇങ്ങനെ ആക്കിയാൽ ഇങ്ങനെയല്ലേ റൊട്ടേഷൻ ഉണ്ടാവും. See, this is creating a clockwise effect. So what is the torque here? F2D2. Okay. This is a torque. This is creating an anti-clockwise effect. So it is F1D1. Anti-clockwise torque should be given positive sign. Clockwise torque should be given negative sign. So what is the net torque? So F1D1 plus minus F2D2 is the net torque. If the net torque is 0, your seesaw is in rotational equilibrium. മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. ഇതിനകത്ത് സമാധാനമായിട്ട് ആൻസർ പറഞ്ഞാൽ മതി. നമുക്ക് ഒരു സീസോ ഉണ്ട്. ആ സീസോ ഇപ്പോൾ എന്തിലാണ്? ഞാൻ പറയാണ്, ആ സീസോ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലുമാണ്, ആ സീസോ റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലുമാണ്. അതായത് നിങ്ങളുടെ സീസോ എങ്ങോട്ട് നീങ്ങി പോകുന്നില്ല, അതുമല്ല നിങ്ങളുടെ സീസോ അനങ്ങാതെ അവിടെ നിൽക്കണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? അപ്പോൾ അനങ്ങാതെ നിൽക്കണമെങ്കിൽ അത് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പോൾ ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലുമാണ്, റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലുമാണ്. ട്രാൻസ്ലേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടുത്തെ ടോട്ടൽ ഫോഴ്സ് 0 ആയിരിക്കും. ഇനി റൊട്ടേഷണൽ ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ അവിടുത്തെ നെറ്റ് ടോർക്ക് 0 ആയിരിക്കും. ഇത്രയും കോമൺ സെൻസ് മതി. സോ ലിസൺ പ്രോപ്പർലി, എറൈസിങ് എവരിതിങ് നിങ്ങൾ പറഞ്ഞു തരണം. സോ കൺസിഡർ എ സീസോ ലൈക്ക് ദിസ്. ഓക്കെ. സോ ഇറ്റ് ഈസ് റെസ്റ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ഫൾക്രം. How many forces are acting? Say 2 forces. See, this force is F1 and that force is F2. Then say this distance is D1. What is that distance? D2. ഇത്രയും മനസ്സിലായി. ഇനി ഞാൻ എന്താണ് പറഞ്ഞത്? See, if your seesaw is in equilibrium, it is in translational equilibrium. So what is a condition for translational equilibrium? What is a condition for translational equilibrium? Net force should be 0. This is a condition for translational equilibrium. What is a condition for rotational equilibrium? What is a condition for rotational equilibrium? Net torque should be 0. Net torque should be 0. No problem. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. Listen properly. See, 2 forces are acting on the bar. See, there will be a reaction force upwards. So that reaction is taken as R. So now tell me how many forces are acting here? 3. What are they? R, F1 and F2. So what is the net force? Net force is what? Net force എന്താന്ന് പറ, പെട്ടെന്ന് പറ. ഇവിടെ എഴുതുന്നില്ല. So net force പറ, പെട്ടെന്ന് പറ. താഴോട്ട് എഴുതാം. പറ. Net force എന്താന്ന് പറയൂ. What is net force? പറ. Net force is R plus minus F1 plus minus F2. R plus minus F1 plus minus F2 is a net force. Any problem? See, if somebody is exerting a force like this, the lever will rotate like this. If somebody is exerting a force like this, the lever will rotate like this. Okay? So, the turning effect is known as a torque. How can you calculate torque? Torque is equal to, say, R cross F. If the angle between R and F is 90, it becomes RF. See, this is F, this is R. What is the angle between them? 90. So, what is the torque due to this force? F2D2. So, this is F2D2. This is a torque here. Then, what is the torque here? F1 is here, R is here. Angle between them 90. So, what is the torque here? F1D1. Okay. Then, see, this is producing a clockwise effect. So clockwise torque should be given what sign? Negative sign. This is producing an anti-clockwise effect. So it should be given positive sign. Am I right? Then what is the net torque? Net torque. How can you calculate the net torque? Say. So add these two. So F1 D1 plus
minus F2 d2. Okay, so I know what is the net force acting on the lever. I know what is the net torque acting. Okay, what is the condition for translational equilibrium of the seesaw? See, net force should be 0. Tell me what is the net force? R plus minus F1 plus minus F2 equal to 0 is the condition for translational equilibrium of the seesaw. What is the condition for rotational equilibrium of the seesaw? Net torque should be 0. What is the net torque? F1 d1 plus minus F2 d2 is equal to 0 is a condition for rotational equilibrium. So the same item can be written as R is equal to F1 plus F2. Then this can be written as F1 d1 is equal to F2 d2. Now I think it is very clear. See, you are considering a seesaw. I said it is in translational equilibrium as well as in rotational equilibrium. What is the condition for translational equilibrium? Net force should be 0. What is the condition for rotational equilibrium? Net torque should be 0. So what is the net force here? So R plus minus F1 plus minus F2 equal to 0. This is the condition for translational equilibrium. What is the condition for rotational equilibrium? Net torque should be 0. What is the net torque? F1 d1 plus minus F2 d2 is equal to 0 is the condition for rotational equilibrium. മനസ്സിലായോ? ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകൂടെ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. ഇതൊക്കെ നമുക്ക് നല്ല സുഖമായിട്ടൊന്നും തോന്നില്ല, ഇത്തിരി ഒരു പ്രയാസം തോന്നും, പേടിക്കാൻ വേണ്ടി ഒന്നുമില്ല. ഓക്കെ, അടുത്തതിലേക്ക് പോകാമല്ലോ.